അമൂല്യ നിധിശേഖരമടങ്ങിയ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സ്വർണവും വജ്രവും ഉൾപ്പെടെയുള്ള ആഭരണങ്ങളും വസ്തുക്കളും ഇടയ്ക്കിടെ കാണാതാകുന്നതായി പോലീസ് റിപ്പോർട്ട്. ആഭ്യന്തര സെക്രട്ടറിക്ക് DGP നൽകിയ കത്തിലാണ് അതിഗുരുതര സാഹചര്യം ചൂണ്ടിക്കാട്ടുന്നത്. കാണാതാകലിന് പിന്നിൽ അനധികൃത VIP-കളെന്നും റിപ്പോർട്ടിലുണ്ട്. ദേവസ്വം മന്ത്രിയുമായി സംസാരിച്ചെന്നും തുടർ നടപടികൾ ദേവസ്വം കൈക്കൊള്ളുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത്. ശ്രീകോവിലിനുള്ളിൽ സൂക്ഷിക്കുന്ന വജ്രാഭരണമായ വൈരനാമ കുറച്ചു നാളുകളായി കാണാനില്ല. വിശ്വാസികൾ സംഭാവന നൽകിയ 78 ഗ്രാമോളം സ്വർണത്തിലും കുറവുണ്ട്. സ്വർണവിളക്ക് അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ കൊണ്ടുപോയിട്ട് 6 മാസമായിട്ടും തിരികെ വന്നില്ലെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ട്. ഇന്റലിജൻസ് മേധാവി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി ഞെട്ടിക്കുന്ന ഈ സാഹചര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. റിപ്പോർട്ട് ഇപ്പോഴേ കൊടുത്തതല്ല, 6 മാസങ്ങൾക്ക് മുമ്പ് കൊടുത്തതാണ്. ആ റിപ്പോർട്ടിൽ നടപടികളൊക്കെ സ്വീകരിക്കേണ്ട അവിടെ ഒരു കമ്മിറ്റിയുണ്ട്. അപ്പോൾ രാവിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയും ഞാനുമായി സംസാരിച്ചു. അവരാണ് മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടത്. അദ്ദേഹം നിങ്ങളോട് വിശദീകരിക്കും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടിയെന്ന് ദേവസ്വം മന്ത്രി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊരു ഭരണസമിതി ഉണ്ട്, നിങ്ങൾക്കറിയാം. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ദേവന്റെ സ്വത്തുക്കൾ കൊള്ളയടിക്കുന്ന സമ്പ്രദായം അത് എവിടെ നടത്തിയാലും ശരിയല്ല. കൈയിട്ട് വാരുന്നവൻ കള്ളന്മാരാണ്, ആരാണെങ്കിൽ. വസ്തുക്കൾ കാണാതാകുന്നതിന് വഴിവെക്കുന്നത് അതിഗുരുതര സുരക്ഷാ വീഴ്ചയും വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിലെ അലംഭാവമെന്നും പോലീസിന്റെ കർശന സുരക്ഷ ഒഴിവാക്കി ചിലർ ക്ഷേത്രത്തിനുള്ളിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചിലരുടെ സ്വാധീനം ദുരുപയോഗപ്പെടുത്തിയാണ് ഇത്തരക്കാരുടെ വരവും പോക്കുമെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത്തരത്തിൽ തുടർച്ചയായ സുരക്ഷ ലംഘിക്കുന്നവരുടെ പട്ടികയും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.